പാതിരാവിന്റെ സമയം ഉറക്കമെഴുന്നേറ്റ് ഫുട്ബോൾ സുബഹിക്ക് സമയത്തോ ഇവിടെ പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോഴോ റമദാനിന്റെ ഇഅ്തികാഫിന്റെ ദിവസങ്ങളിലോ പരിശുദ്ധമായ സുബഹിയുടെ സമയങ്ങളിലോ ഒരു ചെറുപ്പക്കാരനും അവൻ രാത്രിയോടെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാനെയും ഫുട്ബോൾ പ്രേമികളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കളിയുടെ കാര്യം അല്ലാഹുവിന്റെ ദീൻ എന്താണ് നമ്മോട് പഠിപ്പിച്ചത്? പാതിരാവിന്റെ സമയത്ത് 3:30 കളിയെങ്കിൽ ടൈം കൃത്യം അലാറം വെച്ചിട്ട് 3:30 എഴുന്നേൽക്കുക. അല്ലേ? മെസ്സിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ, മെസ്സിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ, അർജന്റീനയ്ക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ. മറുവശത്ത് ഞാൻ ആരെയും ടീമിനെ ഞാൻ വിമർശിക്കുന്നതിന്റെ മനസ്സ് അതിന്റെ അകത്തുള്ള ഗൗരവമായ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഫ്രാൻസോ അല്ല ഇപ്പോ സ്പെയിനും അർജന്റീനയുമാണല്ലോ ഫൈനൽ വന്നിരിക്കുന്നത്. എല്ലാവരും അർജന്റീന ജയിക്കട്ടെ ജയിക്കട്ടെ നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. മെസ്സി ജയിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വിമർശിച്ചാലും ഇല്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്പെയിൻ എന്ന ഒരു രാഷ്ട്രം ഇന്ന് ഫൈനൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം മത്സരിക്കുന്നത് നിങ്ങളേറെ ആഗ്രഹിക്കുന്ന ധാരാളമൊക്കെയല്ല, നമ്മുടെ ലോകത്തിന്റെ 90% ആൾക്കാരും ആഗ്രഹിക്കുന്നത് മെസ്സിയും കൂട്ടരും ജയിക്കണം. ഇവിടെ രണ്ട് ഗൗരവകരമായ വിഷയം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മെസ്സിയും കൂട്ടരും എന്ന് പറയുന്ന ഒരു പക്ഷേ കളിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ചങ്ക് പോവുകയായി. നിങ്ങളുടെ നിസ്കാരത്തിലും നിങ്ങളുടെ നോമ്പുകളിലും നിങ്ങളുടെ ഏറെകളിലും നിങ്ങളുടെ വർത്തമാനങ്ങളിലും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ടീമാകാം ഒരുപക്ഷെ മെസ്സി. പക്ഷേ ലോകത്ത് മറുഭാഗത്ത് ഫലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട ഒരു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രത്തിൽ 1 ലക്ഷത്തിൽ പരമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള നരാധവന്മാർ, പിഞ്ചു മക്കളടക്കമുള്ള പിഞ്ചോമേഖലകളിലും നരാധവന്മാരിൽപ്പെട്ട ഒരു ടീമാണ്. അവരെ പ്രോത്സാഹനം ചെയ്യുന്ന ഒരു ടീമാണ്. അവർക്ക് വേണ്ടി ക്യാഷ് കൊടുക്കുന്ന ടീമാണ്, സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് ഈ പറയപ്പെട്ട മെസ്സിയും കൂട്ടരും അല്ലെങ്കിൽ അർജന്റീന എന്ന് പറയുന്നത്. വസ്തുത മനസ്സിലാക്കണം. അത് കളിയിൽ എന്താ കളിയിലെ കാര്യം ഈമാനിന്റെ ഒരല്പമെങ്കിലും ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു കളിക്കാരെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അനുകൂലിക്കാൻ കഴിയില്ല. ഈ മെസ്സിക്ക് വേണ്ടിയാണ് ഈ 1 ലക്ഷത്തിൽ പരമുള്ള പിഞ്ചോമനങ്ങളെ കൊന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വാക്കുകൊണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഈ പാതിരാവിന്റെ സമയത്ത് നമ്മുടെ നമസ്കാരമെല്ലാം ഉപേക്ഷിച്ചിട്ട് നാം അങ്ങനെ കാത്തിരിക്കുന്നത്. അന്നത്തെ സുബഹി എവിടെ? അന്നത്തെ തഹജ്ജുദ് എവിടെ? അന്നത്തെ നമ്മുടെ നന്മയായ പ്രവർത്തനങ്ങൾ എവിടെ? അതൊരു ഭാഗം ഇരിക്കട്ടെ. നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. മറുവശത്ത് ഫൈനൽ വന്നിട്ടുള്ളത് സ്പെയിൻ തോൽക്കണേ എന്നാണ് നമ്മിൽപ്പെട്ട പലരും ദുആ ചെയ്യുന്നത്. പള്ളിക്ക് ഒരുപക്ഷെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിലാണല്ലോ കൂടുതലും ഫുട്ബോൾ പ്രേമികളുള്ളത്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ല. ഇന്ന് നമ്മുടെ കേരളത്തിലെ തെക്കൻ ജില്ലകളിലൊക്കെ എല്ലാവരും സ്പെയിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്പെയിൻ തോക്കട്ടെ. എനിക്ക് ആരും കളിക്കാരുടെ പേരൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ പറയുന്നു അതിന്റെ നിലപാട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്പെയിനു വേണ്ടി ഫ്ലെക്സുകൾ അടിച്ചു വയ്ക്കാനും ഫാൻസ് രൂപീകരിക്കാനും കട്ടൗട്ടുകൾ രൂപീകരിക്കാനും നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഒരാളും. പക്ഷേ അവരുടെ കയ്യിൽ ഒരു നിലപാടുണ്ട്. അവരുടെ നിലപാടുണ്ട്. തുടക്കത്തിൽ തന്നെ നാം വായിച്ചതാണ്, പത്രത്തിലൂടെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നാം വായിച്ചതാണ്. എന്തെന്നറിയോ? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഫലസ്തീൻ മക്കളെ കൊന്നൊടുങ്ങിയ ഇസ്രായേൽ ഫുട്ബോൾ മത്സരത്തിലുണ്ട് എങ്കിൽ ഞങ്ങൾ ഫിഫ വേൾഡ് കപ്പിൽ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് സ്പെയിനാണ്. അത് സ്പെയിനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്പെയിൻ തോക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നമ്മുടെ സമൂഹത്തിലെ അനവധി നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ട് സ്പെയിൻ പരിശ്രമിക്കുന്നത്. അല്ലാഹു ഈ ലോകത്തിന് ഇസ്സത്തുള്ള ഒരു സമൂഹത്തെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ അർജന്റീനയ്ക്ക് വിളിച്ചോ, മെസ്സിക്ക് വേണ്ടി നിങ്ങൾ കൂടിക്കോ, മെസ്സി നിങ്ങൾ ധരിച്ചോ, നിങ്ങൾ സ്പെയിൻ തോൽക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ. പക്ഷേ
നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടാകണം, ഞാൻ നന്മയുടെ വശത്താണോ അതല്ല തിന്മയുടെ വശത്താണോ. ഈ രണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇന്ന് ലോകത്ത് എവിടെ ഇറങ്ങിയാലും അർജന്റീന അർജന്റീന, മെസ്സി 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 മെസ്സി. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മെസ്സിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവർ അല്ലെങ്കിൽ ഫാൻസ് രൂപീകരിച്ചവർ ഒന്ന് ചിന്തിക്കണം. ഞാൻ എന്റെ നിലപാട് കളിയാണ് ഉസ്താദ്, കളിയിൽ എന്താ കാര്യം? കളിയിൽ കാര്യമുണ്ടോ? കളിയിൽ കാര്യമുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ വിഷയം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സുകൾ വിശാലമാകണം. അത് കളിയിലൂടെയാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും നമ്മുടെ ബന്ധങ്ങളിലൂടെയാണെങ്കിലും അയൽവാസ ബന്ധങ്ങളിലൂടെയാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു വഴി ആ കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ പോകാൻ ഒരുക്കി കൊടുക്കാൻ കഴിയാത്തവർ ഈ രാജ്യത്തിലെ ഈ നാട്ടിലെ മനുഷ്യരെന്ന് പറയാൻ നമുക്ക് സാധ്യമാകുമോ? ഇല്ല. ആ കുഞ്ഞു മക്കൾക്കുള്ള ദേശം വീട്ടിലേക്ക് സ്കൂൾ ബാഗുമായി പോകാൻ, അവരുടെ ആവശ്യത്തിന് വേണ്ടി പോകാൻ, അവരുടെ വീട്ടിലേക്ക് നിന്ന് കയറി ചെല്ലാൻ അവർക്കൊരു വഴി ഉണ്ടാകുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. പക്ഷേ ആ സ്വപ്നത്തെ തകർത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കൈകളുള്ള പോലും കൂട്ടിച്ചേരുന്ന തരത്തിലൊട്ടി നിൽക്കുന്ന രണ്ട് മതിൽക്കെട്ടിലൂടെ അല്ലെങ്കിൽ ഞെരിഞ്ഞമർന്നിറങ്ങി പോകുന്ന രണ്ട് പിഞ്ചോകളുടെ മക്കളുടെ ചരിത്രം കേരളം എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദ്രോഹികളായി സാമൂഹ്യ വിപത്തുകളായി ഞാനും നിങ്ങളും മാറരുത്. ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് പഠിച്ചറിഞ്ഞ് ഒരു മനുഷ്യന്റെ അയൽവാസബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ച് ഒരു മനുഷ്യന് കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം അതെന്റെ വസ്തുവല്ല, എന്റെ നന്മയാണ്, അതിന്റെ പുണ്യമാണ് എന്ന് കരുതിയിട്ട് അത് ഒരു സെന്റ് അല്ലെങ്കിൽ അരസെന്റ് വസ്തു പോയാലുമല്ല അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ കാരണമായിട്ട് ഉപകാരം ഉണ്ടാകണമെന്ന ഒരു ചിന്താഗതി, ഒരു നന്മയായ പുണ്യം നമ്മുടെ ഹൃദയത്തിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് നല്ല മരണം. ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ. തസവ്വദു മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലൻ ഹൽ തഈശു ഇലൽ ഫജ്രി. പ്രഭാതത്തിൽ വൈകുന്നേരം വരെ നീ അധ്വാനിച്ച ജീവിതത്തിന്റെ സകലമായ സൗകര്യങ്ങളും നീ ചെയ്തിട്ട് നിന്റെ ദുനിയാവിന്റെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും വേണ്ടി ഒരുപാട് സമ്പാദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇദാ ജന്ന ലൈലൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി ഒന്ന് ഉറങ്ങാൻ കിടന്നു, പിറ്റേ ദിവസം സമയമാകുമ്പോ അവൻ ഉണരുന്നില്ല. അവന് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അവന്റെ നാട്ടിൽ എല്ലാവരും ആ മനുഷ്യന്റെ പേര് ഉപയോഗിക്കുന്നില്ല. ആ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് മയ്യിത്ത് എന്നാണ് പറയുന്നത്. അവന്റെ പേര് പോലും ആരും ഉപയോഗിക്കുന്നില്ല. ആ പ്രഭാതത്തിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് അവന് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, മറ്റേതെങ്കിലും പ്രശ്നമായിരുന്നു. ആരോട് സലാം പറയാൻ, ആരോട് ഒരുക്കം വാങ്ങാൻ, ആരോട് കണ്ടുമുട്ടി പരസ്പരം സ്നേഹിക്കാൻ അവന് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുസായ മനസ്സുകൾ വിശാലമായി ആ ഖബർ വിശാലമാകുന്നതിന് വേണ്ടി എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ നന്നാകണം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ പ്രായമൊന്നുമാകാത്ത കുഞ്ഞുമക്കളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചു പോകുന്നത്. ദൈനംദിനം എത്രയോ വാർത്തകളാണ്, എത്രയോ നമസ്കാരങ്ങളാണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്നത്. ഇന്നലെ എന്റെ നാട്ടിൽ ഇന്നലെയും ഒരു മരണം നടന്നിട്ടുണ്ട്. ഉസ്താദ് എന്തിനാ ഓരോ ദിവസവും ഓരോ മയ്യിത്തിനെ സംബന്ധിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്നത് 10,000 വർഷം മൈക്ക് കെട്ടിയിട്ട് വാർത്ത നടത്തിയാൽ ആ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ആ വാദങ്ങളോട് ഏറ്റവും കൂടുതൽ അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അത് മരണമാണ്. ഒരു മനുഷ്യന്റെ മരണമാണ്. ഇന്നലെ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മഹലിൽ ദീർഘകാലം 10-30 വർഷക്കാലം സെക്രട്ടറിയായി സേവനം ചെയ്ത അഹമ്മദ് കബീർ എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി പോയി. അദ്ദേഹം ഉസ്താദ്
റൂമിൽ പോയി കുശല വർത്തമാനം പറഞ്ഞു. ഉസ്താദേ, ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കാണാമെന്ന് പറഞ്ഞു പോയി. മരണത്തിന്റെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വീടും ചുറ്റുഭാഗത്തുമെല്ലാം ഒരു ജോലിക്കാരനെ വെച്ചിട്ടില്ല, വൃത്തിയാക്കി കാടുകളെല്ലാം മാറ്റിയിട്ട് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നു. രാവിലെ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരത്തിന് ശേഷം അസ്വസ്ഥത തോന്നി. നെടുമങ്ങാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയേ ഉള്ളൂ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ജീവിതം വെക്കുന്ന ഞാനും നിങ്ങളും ഒരു മനുഷ്യന്റെ അന്ത്യം എത്രയാണ്. ഒരു മനുഷ്യന്റെ ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ്. അല്ലെ, പലപ്പോഴും നാം ഉറങ്ങാറുണ്ട്, ഉറക്കത്തിൽ നാം ഒന്നും അറിയാറില്ല. ഉറക്കത്തിൽ ഉണർന്നാൽ ഉണർന്നു, അല്ലെങ്കിൽ നടന്നു പോകുന്നു. ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ജുമാ നമസ്കാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. നാം വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. റബ്ബിന്റെ തീരുമാനമാണ്. ഒരാളെയും അല്ലാഹു തആല അവന്റെ സമയമാകുന്നു, അവന്റെ സമയമായതിനു ശേഷം അല്ലാഹു തആല പിന്തിക്കുകയില്ല.